സാധാരണ ഒരാൾക്കെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഒരു വ്യവസ്ഥാപിത രീതി എന്ന് പറയുന്നത് പോലീസിലേക്ക് പോവുക, കോടതിയിലേക്ക് പോവുക, അതിന്റെ വിധി വരിക എന്നുള്ളതാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ കാലത്ത് നേരെ ഒരു യൂട്യൂബ് ചാനലും ഒരു ക്യാമറയും ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇടുന്നു, അതിന് ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുന്നു, ഒരുപാട് വ്യൂസ് കിട്ടുന്നു, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ഒരു രീതിയാണുള്ളത്. അപ്പൊ ചോദ്യം ഇതാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാര് പുതിയ കാലത്തെ ജഡ്ജിമാരാകുന്നുണ്ടോ? ഒരു വ്യൂസിന് വേണ്ടി മാത്രമാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലേക്ക് മാത്രമാകുന്ന ഒരു സാധനമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് വലിയൊരു പ്രശ്നം തോന്നുന്നത്. ഇവരൊക്കെ തന്നെ സ്വയം ഒരു കോടതിയായി മാറുകയാണ് ചെയ്യുന്നത്. അതെ, ഇൻഫ്ലുവൻസേഴ്സിന് ഉത്തരവാദിത്തമുണ്ട്. അതെ, അത് ഒരു രീതിയിൽ അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അതും കൂടെ എനിക്ക് തോന്നുന്നത് നമ്മൾ കാണണം. ഇത്തരം വീഡിയോകൾ ധാരാളം വരുന്നതിനും ഇത് ഈ രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരാരും അക്കൗണ്ടബിൾ അല്ല. ഒറ്റ വീഡിയോ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരാളെ ഹീറോയും ആക്കാൻ പറ്റും, വില്ലനും ആക്കാൻ പറ്റും. ഇത് നമ്മൾ രണ്ടും കണ്ടു. അല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളല്ലോ വാവിട്ട വാക്കും അങ്ങനെ പറയാറുണ്ട്. എനിക്ക് പുതുതായിട്ട് പറയണേ, വാവിട്ട വാക്കും അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ത് കാര്യമാണ് അതുകൊണ്ട് കിട്ടുന്നത്? ഒരു കാര്യവും ഇല്ലാന്നുള്ള മാത്രമല്ല, മനുഷ്യത്വ വിരുദ്ധം കൂടെ അല്ലേ? അല്ല, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്ക് എക്സ്പോസ് ചെയ്യപ്പെടുക എന്നുള്ളതാണല്ലോ. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരാളെ എക്സ്പോസ് ചെയ്യുന്നു, അതിന് കൗണ്ടർ എക്സ്പോസ് വരുന്നു. അതായത് ഇതാണ് ഇപ്പൊ ട്രെൻഡിങ്, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കുകളിൽ ഒന്നാണ് ഈ പറയുന്ന രീതിയിൽ എക്സ്പോസ്ഡ് ആവുക എന്ന് പറയുന്നത്. അതിന്നൊരു വലിയ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇതിന്റെ ഇടക്ക് ഈ വ്യൂസ് മാത്രം നോക്കിയാൽ മതിയോ, ഇതിന്റെ അപ്പുറത്തേക്കുള്ള സാധനങ്ങൾ വേണ്ടേ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ഇതിന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്ന കുറച്ച് കേസുകൾ എടുത്ത്, ഇപ്പൊ തൊപ്പി, പിന്നെ എന്റെ കാസറ്റ്, ഇപ്പൊ ലാസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഹെൽനോസ് പാട്ട, ഈ കേസുകളിലൊക്കെ വന്നാൽ ഇപ്പൊ ഹെൽനോസ് പാട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ, അവര് തന്നെ ഇത്രയും നാളും അവരുടെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അവരാളുകളെ ജഡ്ജ് ചെയ്യലാണ്. അതാണ്. അപ്പൊ ഇവരൊക്കെ തന്നെ സ്വയം ഒരു കോടതിയായി മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവര് തന്നെ വീണ്ടും എക്സ്പോസ്ഡ് ആകപ്പെടുകയും ചെയ്യുന്നു. അത് എക്സ്പോസ് ചെയ്യുന്നത് വേറെ ആൾക്കാർ. അതെ, ഒരു ചെയിൻ പോലെ പോവുകയാണ് ഇപ്പോ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നതല്ല ഇതിനകത്തെ പ്രശ്നം, അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നതല്ല പ്രശ്നം. ആളുകൾക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്, ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവകാശമുണ്ടത്. അപ്പം പിന്നെ അതുപോലെ അധികാരികളോടാണെങ്കിലും ചോദ്യം ചോദിക്കാനുള്ള. പക്ഷെ ഈ പറയുന്നതില് അവനവൻ ചെയ്യുന്ന കാര്യത്തോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. ഇതിപ്പം കൂടുതലും ഈ വ്യൂസിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഡീഗ്രേഡിങ് എന്നുള്ള രീതിയിലേക്ക് ഈ എക്സ്പോസിങ് മാറുന്നുണ്ട്. പക്ഷെ വേറൊരു അപ്പുറം നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന ആൾക്കാര്, അവർക്ക് വേറൊരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു വ്യക്തി ജീവിതമുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ അവരെ ബാധിച്ചേക്കാം, പല രീതിയിലും ബാധിച്ചേക്കാം എന്നുള്ളൊരു എന്താ പറയാ ഒരു തോട്ടുള്ളിൽ ഉണ്ടാവുന്നില്ല. അതൊരു വെറും ഒരു വ്യൂസിന് വേണ്ടി മാത്രമാകുന്ന, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് മാത്രമാകുന്ന ഒരു സാധനമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് വലിയൊരു പ്രശ്നം തോന്നുന്നു. അല്ല, അതായത് ആളുകളെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അലിഗേഷനോ അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രശ്നമോ മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നതിന് പൂർണ്ണമായി തെറ്റാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റൊന്നുമില്ല. പക്ഷെ ഇതിൽ വരുന്ന പ്രവണതയാണ് തെറ്റായ പ്രവണതകൾ. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ്, അതായത് നമുക്കറിയാം ഇവർക്ക് വലിയ വ്യൂസ് ഉള്ള ആളുകളാണ്, വലിയൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വലിയ ആളുകളിലേക്കാണ് ഇത്തരം വീഡിയോകൾ പോകുന്നത്. അപ്പൊ അത് അവരെങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തൊപ്പി, ഹെൽനോസ് പാട്ട, കാസറ്റ്, എന്റെ കാസറ്റ് തുടങ്ങിയ ആളുകളൊക്കെ നോക്കും. അതിന് മുന്നേ ഇപ്പം ഈ ബുൾജറ്റിന്റെ ഒക്കെ വിഷയം വന്നപ്പോൾ എന്താണ് അവര് ഉപയോഗിച്ചിട്ടുള്ള വണ്ടി, അതിൽ പോലീസ് ഇടപെട്ടത് വേറെ പ്രശ്നമാണെങ്കിൽ പോലും ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന, ഇവരൊക്കെ ആരാധനയോടെ സമയത്തല്ലേ കുട്ടികളൊക്കെ ആ തരത്തിൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രശ്നം ഇതാണ്. അതായത് എനിക്കൊന്ന് വേണമെങ്കിൽ ഈ പറയുന്ന തൊപ്പിയെയും ഹെൽനോസ് പാട്ടയെയും എന്റെ ഗസ്റ്റിനെയും ഒക്കെ നമുക്ക് ആ രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാവുന്നതാണെന്ന് തോന്നുന്നു. ഹെൽനോസ് പാട്ട അറിയാലോ, എല്ലാതരം ആളുകളെയും അവരങ്ങ് ക്യാൻസൽ ചെയ്ത് കളയും, അല്ലെങ്കിൽ അവരങ്ങ് വ്യക്തിഹത്യ ചെയ്ത് കളയും. അവരങ്ങ് ഭയങ്കര മോശം, ഹോമോഫോബിക് ആണ്, ക്യൂർഫോബിക് ആയിട്ടുള്ള കണ്ടന്റുകൾ അവരിലുണ്ട്. എല്ലാ ആളുകളെയും മോശമായിട്ടൊക്കെ ചിത്രീകരിക്കും. ഇപ്പൊ ഏറ്റവും റീസെന്റ് അവര് മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിയിലാവുന്നു. എന്നിട്ട് അവര് പറയുന്നു ഞാൻ മദ്യപിച്ചിട്ടില്ല, ബിയറാണ് കഴിച്ചതെന്തോ പറയുന്നു. പോട്ടെ, ബിയർ കഴിച്ചാൽ അത്
അത് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നേ ഇല്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഒരു ഇന്റർവ്യൂലും ഒക്കെ വന്ന് പറയുന്നു. ആളുകൾ ഇങ്ങനെ കൂടി എക്സ്പോസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഈ ജഡ്ജിമാര് തന്നെ പിന്നീട് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. ഉത്തരവാദിത്വം ഉണ്ടോ സമൂഹത്തിന്റെ അടുത്ത്? ഇവരൊരാളടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ് എന്ന് പറയുമ്പോ എന്നിട്ട് അവര് തന്നെ ഇത്തരം കുറ്റങ്ങൾക്ക് ഉത്തരവാദിത്വം എന്നുള്ളതാണ്. എന്റെ കാസറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ കാസറ്റ് ഇങ്ങനെ ഒരാളായിരുന്നു, ഭയങ്കര എന്താ പറയാ ലഹരി മാഫിയെ പുറത്തു കൊണ്ടുവന്ന അതെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ലഹരി മാഫിയെ പുറത്തു കൊണ്ടുവരാനുള്ള കഠിനമായ പരിശ്രമത്തിലായിരുന്നു ഈ ഹക്കീം എന്ന് പറയുന്ന ആള്. അപ്പം നിരന്തരം ആരോപണങ്ങൾ വരുന്നു, വീഡിയോസ് വരുന്നു. അതായത് ആളുകൾ വെയിറ്റിംഗ് ആണ് ഇയാളുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഓരോ തവണയും വരുമ്പോ ഇതിന്റെ ബാക്കി ഭാഗം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വരുന്നു. ഇത് അതിനകത്ത് പല പ്രശസ്തരുമുണ്ട്, അല്ലെങ്കിൽ പല ഇന്ന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകളൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ട്. അവസാനം ഇപ്പൊ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹക്കീം തന്നെ ഇയാള് UAE ഇരുന്നിട്ട്, UAE ലഹരിക്കെതിരെ അത്രയും കർശനമായിട്ടുള്ള നിയമങ്ങളുള്ള രാജ്യമാണെന്ന് ആലോചിക്കണം. അവിടെ ഇരുന്നുകൊണ്ട് ഒരു അബദ്ധത്തില് ഒരു ലൈവ് സ്ട്രീമിങ്ങിനിടെ ഇത് പോയതാണ്. ഇയാള് ലഹരി ഉപയോഗിക്കുന്നതിനിടെ ലൈവ് സ്ട്രീമിൽ പോയതാണ്. അതായത് ഇയാള് അവിടെ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. ലഹരിക്കെതിരെ അത്രയും എന്താ പറയാ നിരന്തരമായി ചൂഷണങ്ങൾക്കെതിരെയും നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന ഒരാള് ലഹരി ഉപയോഗിക്കുന്നതിന് ഇപ്പം UAE പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. അപ്പോ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ പറയുന്നതിൽ എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇതിനകത്തെ. അതായത് നമ്മളെ ഇപ്പം 4 പേരുടെ മുന്നിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തം വേണമല്ലോ. ഇപ്പം ആളുകൾ മദ്യപിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, കാരണം മദ്യപിക്കുന്ന ആളുകൾ ഉണ്ട്. പക്ഷെ മദ്യപിച്ച് നിയമവിരുദ്ധമല്ല, പക്ഷെ മദ്യപിച്ച് വാഹനം ഓടിക്കുകയും പോലീസ് കൈ കാണിക്കുമ്പോൾ വണ്ടി നിർത്താതെ പോവുകയും അത് തെറ്റാണ്, അത് നിയമവിരുദ്ധമാണ്. അപ്പോ ഈ ഇൻഫ്ലുവൻസേഴ്സിന് ഉത്തരവാദിത്തമുണ്ട്. അവർക്കൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അവർ ആലോചിക്കണം. ഈ ഹെൽനോസ് പാട്ട തന്നെ പറഞ്ഞത് വണ്ടി നിർത്താതെ പോയത് ആളുകൾ കണ്ടിട്ട് പ്രശ്നമാകുമെന്ന് ആ ബോധം ഉള്ള ആൾ എന്താണ് ചെയ്യേണ്ടത്? മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ഇതുപോലെ തൊപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ, തൊപ്പീനെ നമ്മൾ ഈ കേസിൽ മാത്രമല്ല തൊപ്പീനെ നമ്മൾ അറിയുന്നത്. തൊപ്പിയെ നമുക്ക് വളരെ വർഷങ്ങൾ മുമ്പേ അറിയാം. കോവിഡ് കാലം തൊട്ടിട്ടേ അറിയാം. ഞാൻ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറയുന്നിട്ടുണ്ട് തൊപ്പിയുടെ കാര്യം. ആളുടെ വീഡിയോ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മളുടെ ഫീൽഡിൽ ചിലപ്പോൾ ഈ വീഡിയോസ് വരുമായിരുന്നു. അപ്പൊ ഈ ആള് പറയുന്ന വാക്കുകളും ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കൂട്ടുകാരെ എനിക്കുണ്ട്. പിന്നെ തൊപ്പിയെ നമ്മൾ കാണുന്നത് കുറച്ച് മാന്യമായ രീതിയിൽ കുറച്ച് പക്ഷെ ഈ ചീത്തവിളികൾ കൊണ്ടാണ് ഇയാൾക്ക് എന്താ പറയാ കുട്ടികൾ അല്ലെ കുട്ടികളുടെ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടായത്. തൊപ്പി ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണ്, അല്ലെങ്കിൽ തൊപ്പി പറയുന്ന ഇവൻ പറയുന്നത് കൊള്ളാലോ എന്ന് വിചാരിക്കുന്ന ഒരു ഫാൻ ബേസ് ഇയാൾക്ക് വേറെ തന്നെ ഉണ്ടായിരുന്നു. ഈ തൊപ്പിയുടെ കേസ് ആദ്യം വരുന്നത് ഇവര് ലൈവിൽ ഇരുന്നിട്ട് വേറൊരു പാട്ടുകാരനെ ഹനാൻ ഷായ്ക്കെതിരെ എന്തോ പറഞ്ഞു. അപ്പൊ ഹനാൻ ഷാ തിരിച്ച് കേസ് കൊടുത്തെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ തൊപ്പിയും തൊപ്പിയുടെ സംഘവും പിരിയുന്നതാണ്. ഏറ്റവും അടുത്ത കൂട്ടുകാർ തമ്മിൽ പിരിയുമ്പോൾ ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ, ഏറ്റവും പറയാൻ പാടില്ലാത്ത ഡാർക്ക് സീക്രട്സ് ഒക്കെ വിളിച്ചു പറയുന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അത്. തൊപ്പിയും കൂട്ടുകാരും. അവർക്ക് യാതൊരുവിധ മെച്യൂരിറ്റി ഇല്ല, സമൂഹത്തോട് ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെയുള്ള അതായത് വ്യൂസ് കിട്ടുക, കാശ് കിട്ടുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമായിരുന്നു അത്. ഒരു സംഘം മറ്റേ സംഘത്തിനെതിരെ ഇവര് ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഈ പോക്സോ കേസ്, സെക്ഷൽ അലിഗേഷൻസ്, ഒരുപാട് കേസ്. മാത്രല്ല ഇവര് ഒരു ഭയങ്കര വൾഗർ ആയിട്ടുള്ള വീഡിയോ വരെ ഇവര് പുറത്തു വിട്ടു. അതെ, അതിന്റെ പേരിൽ പിന്നെ വേറെ കേസ്. അത് എന്നിട്ട് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കും. തൊപ്പി മാത്രല്ല, എനിക്ക് തോന്നുന്നു അല്ല നമ്മളിപ്പോ പറയുന്നത് 3 പേരുടെ കാര്യം. ഞാനൊരു കൂടെ പറഞ്ഞു, ഒരു സമയത്ത് വന്ന ഒരുപാട് ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇതിൽ ട്രെൻഡിങ് ആയ സോഷ്യൽ മീഡിയ താരങ്ങളുണ്ടല്ലോ, ഇവർക്കൊക്കെ എതിരെ നോക്കിക്കോ പോക്സോ കേസുകൾ വന്നിട്ടുണ്ട് പല. അത് ഇത് ഉള്ളതാണോ ഇല്ലാത്തയാണോ നിയമപരമായിട്ടുള്ള, ഞാൻ പറഞ്ഞ ഇതുപോലെ സെക്ഷൽ അലിഗേഷൻ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എത്തിക്സ് ഒന്നും ഇതിൽ ഇവരെ ബാധിക്കില്ല. ഉത്തരവാദിത്വം ഒരു പൗരൻ എന്ന നിലയിൽ ഇവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ആളുകളെ ഇവർ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശക്തിയുള്ള ശേഷിയുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തം ഉണ്ട്. ഒരു സിനിമാ താരം
പൊതുയിടത്തിൽ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ പെരുമാറണം എന്നുള്ളതിന്, മാധ്യമപ്രവർത്തകർ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനൊക്കെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടല്ലോ. അതെ, ഒരു അലിഖിത സാധനം. അതുപോലൊരു സംഗതി ഇൻഫ്ലുവൻസേഴ്സിന് ബാധകമാണ്. ഈ പറഞ്ഞ പോലെ ഈ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമുക്ക് ഒറ്റയടിക്ക് തെറ്റാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. ഈ എക്സ്പോസ് വീഡിയോസിലൂടെ തന്നെ ഒരുപാട് സാമ്പത്തിക ചൂഷണങ്ങള്, തിരിമറികള്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പലതരത്തിലും ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരം സാമ്പത്തിക തിരിമറികളും ചൂഷണങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഒരു രീതിയിൽ അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അതും കൂടെ എനിക്ക് തോന്നുന്നത് നമ്മൾ കാണണം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൃത്യമായ തെളിവുകളില്ലാതെയോ അല്ലെങ്കിൽ ഇത് വെറും നമ്മൾ വാക്കുകളാൽ മാത്രം പറയുന്ന ഒരു കാര്യമായിട്ട് മാറുമ്പോഴാണ് ഇതിനകത്തെ പ്രശ്നം. ഇത് കൃത്യമായിട്ടുള്ള തെളിവുകളോടെ, അല്ലെങ്കിൽ ഇവരിത് ശരിക്കും ഇതിന്റെ ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ടത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഡയറക്റ്റ് ആയിട്ട് നിയമപരമായിട്ട് നീങ്ങുക എന്നുള്ളതാണല്ലോ. ഇവരുടെ കയ്യിൽ ആവശ്യത്തിന് തെളിവുകൾ ഉണ്ടെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് നീങ്ങുക എന്നുള്ളൊരു ഓപ്ഷൻ കൂടി മുന്നിലുണ്ട്. അതാണ് അതിന്റെ രീതി. അപ്പൊ അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഇത് വ്യൂസിനും അല്ലെങ്കിൽ വരുമാനത്തിനും വേണ്ടി മാത്രമാകുന്നുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു. ഇതിലൊരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ടോ, ഇതിന് ക്രെഡിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ആരെയും ബോധ്യപ്പെടുത്തണ്ട എന്നുള്ളത് തന്നെയാണ് ഇത്തരം വീഡിയോകൾ ധാരാളം വരുന്നതിനും ഇത് ഈ രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇവരാരും അക്കൗണ്ടബിൾ അല്ല. നോക്കൂ, നാളെ എനിക്കെതിരെ അലിഗേഷൻ വന്നു, ഞാനും പറയാം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, അത് പോട്ടെ, ഇത് ചിലപ്പോൾ കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കണ്ടെന്ന് പോലും നമ്മൾ ആലോചിക്കും. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പുറത്തെ ഒരു ഭാഗത്ത് ഡിസ്കഷൻസ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഇതിന്റെ ഒരു കാര്യമല്ലേ, ഇപ്പം ഒരാൾക്കെതിരെ കുറച്ച് ആരോപണങ്ങൾ ഇരുന്ന് പറയുന്നു, അയാൾക്ക് വേണമെങ്കിൽ ഡിഫമേഷന് കേസ് കൊടുക്കാം. പക്ഷെ എത്ര പേര് ഡിഫമേഷന് കേസ് കൊടുക്കും? ഫയൽ ചെയ്യാണെന്ന് തന്നെ വിചാരിച്ചോ, പിന്നീട് എത്ര പേര് ഇത് അറിയുന്നുണ്ട്? ഇവർ ഇങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്, ഇയാള് പറഞ്ഞതില് തെറ്റുകളുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആള് ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നുണ്ട് എന്നുള്ളത് പകുതി പേര് അറിയാറില്ല. അയാൾക്കെതിരായ ഉണ്ടായ ആരോപണം മാത്രമേ ആളുകളിലേക്ക് എത്തുന്നുണ്ടാവുള്ളൂ. പക്ഷെ അതിനെതിരെ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊരു ഡിഫമേഷൻ കേസായിട്ടോ എന്തെങ്കിലും ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ അറിയണമെന്നില്ല. സ്റ്റിൽ ഈ പറയുന്ന പോലെ ഡീഫെയിം എന്നുള്ളത് അവിടെ നടക്കുന്നുണ്ട്. അല്ല, ഇത് കേസായിട്ട് പോയത് എന്താ ചെയ്യാ, ഈ പറഞ്ഞ വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ, അത് കഴിഞ്ഞു. ഇതിപ്പോ ഒരു വീഡിയോയില് ഒറ്റ വീഡിയോ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരാളെ ഹീറോയും ആക്കാൻ പറ്റും, വില്ലനും ആക്കാൻ പറ്റും. ഇത് നമ്മൾ രണ്ടും കണ്ടു. നമ്മൾ ഒരുപാട് ഹീറോസിനെ കണ്ടു. ഈ ഹീറോസിന്റെ ബിംബങ്ങളൊക്കെ ഉടനെ വീഴുന്നതും നമ്മൾ കണ്ടു. ഒരുപാട് വില്ലന്മാരുണ്ടാവുന്ന കണ്ടു. ഇവര് വില്ലന്മാരല്ലാന്ന് പിന്നെ ഇതാവുന്നതും നമ്മൾ കണ്ടു. അപ്പോ സോഷ്യൽ മീഡിയയിൽ കൂടി ഒരാൾക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും, പൊതു ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാളെ കുറ്റക്കാരനാണ് എന്ന്. പക്ഷെ ഇതിന്റെ പ്രശ്നം വരുന്നത് ഈ രണ്ട് കാര്യങ്ങളെ പറ്റും. പക്ഷെ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് അന്തിമമായി വിധിക്കേണ്ടത് സോഷ്യൽ മീഡിയ അല്ല. അതിനിവിടെ നിയമ സംവിധാനം ഉണ്ട്, അതിന്റെ വഴികളുണ്ട്. ആ രീതിക്ക് പോകുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം. അല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയല്ലോ വാവിട്ട വാക്കും അങ്ങനെ പറയാറുണ്ട്. ഇനി പുതുതായിട്ട് പറയണേ, വാവിട്ട വാക്കും അപ്ലോഡ് ചെയ്ത വീഡിയോ. ഒരാൾക്കെതിരെ ഒരു ആരോപണം ഒരു ഇൻഫ്ലുവൻസർ ഉന്നയിക്കുന്നു, മറ്റേ ആള് മെനക്കെട്ടിരുന്നിട്ട് അത് തെറ്റാണെന്ന് തെളിയിക്കുന്നു. പക്ഷെ ആ സമയം കൊണ്ട് അയാൾക്കുണ്ടായ നഷ്ടങ്ങൾ, അയാളുടെ കുടുംബജീവിതം, അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അയാളുടെ കരിയർ, ഇതിനെല്ലാം വലിയ ഡാമേജ് ഉണ്ടായിട്ടുണ്ടാവും. ഈ ഡാമേജുകൾ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? ആര് കോമ്പൻസേറ്റ് ചെയ്യും? ഈ പറയുന്ന ഇൻഫ്ലുവൻസർ കോമ്പൻസേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിൽ പോയി കണ്ട ആളുകൾ കോമ്പൻസേറ്റ് ചെയ്യുമോ, പിന്നെ കമന്റ് ഇട്ട ആളുകൾ കോമ്പൻസേറ്റ്? ഇയാൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതം ആരാണ് അവർക്ക് തിരിച്ചു കൊടുക്കുക? അത് അങ്ങനെ ഒരു ചോദ്യം ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതമാണെന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ ഈ സമയത്ത് ഉത്തരവാദിത്തം കാണിക്കേണ്ട ആളുകളാണ് ഇത് കാണുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫോളോവേഴ്സ്. ഒരു ആള് പിന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പം അതിനെ അപ്പാടെ അങ്ങ് വിഴുങ്ങാതെ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്തം ഈ കാണുന്ന ലക്ഷക്കണക്കിന് ന്യൂസ് കിട്ടുന്നല്ലേ. ഇപ്പൊ ഈ ലക്ഷക്കണക്കിന് ഓരോരുത്തർക്കും ഇതിന്റെ ഉത്തരവാദിത്തം ഉണ്ട്. ഞാൻ ഇങ്ങനെ ചില കമന്റ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, കഥകൾ തന്നെ ഉണ്ടാക്കി വിടുന്നത്. ഇവൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എങ്ങനെ അറിയാം ഇത് വേറൊരാളുടെ വ്യക്തി ജീവിതമാണ്, അല്ലെങ്കിൽ ഇവരുമായിട്ടൊന്നും ഒരു തരത്തിലും കോണ്ടാക്ട് വരുന്നില്ലാത്ത ആൾക്കാരായിരിക്കാം ഇവര്, ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാരോ.
പക്ഷെ ഈ കമന്റ് വരുന്നത് ഇവൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ആധികാരികമായിട്ട് അങ്ങ് പറയുകയാണ്. ഇതിനകത്ത് ഓഡിയൻസിന് എത്രത്തോളം എന്താ പറയാ അവരതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളത് കൂടെ ഉത്തരവാദിത്തം വേണം. എവിടെയോ ഇരിക്കുന്ന ആളുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എനിക്ക് തോന്നുന്നു റിയാസ് സലീമിനെയാണെന്ന് തോന്നുന്നു അത് മേക്കപ്പ് ചെയ്യുന്നത് വെച്ചിട്ട് പുള്ളിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാളെ ക്യൂർഫോബിക് ആയിട്ടും ഹോമോഫോബിക് ഒക്കെ ആയിട്ടാണ് ഇവിടെ ആളുകൾ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇയാൾ ചെയ്യുന്നത് മേക്കപ്പ് കൂടെ ആയതുകൊണ്ട് ആ രീതിയിലായിരുന്നു ഭയങ്കരമായിട്ട് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ നമുക്കതിങ്ങനെ പറയാൻ പോലും പറ്റില്ല. പുള്ളി അതിനൊരു കൗണ്ടർ വീഡിയോ ചെയ്തിരുന്നു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കൗണ്ടർ വീഡിയോയിൽ പറയുന്നത്, ഞാൻ ജീവിക്കുന്നത് എനിക്ക് 1 മിനിറ്റിന്റെ ഇതേപോലുള്ളൊരു മേക്കപ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത് ചെയ്യുന്നത് ലക്ഷങ്ങൾക്കായിരിക്കും, 1 ലക്ഷത്തിനോ 2 ലക്ഷം, അതായത് ഞാൻ പൈസ വാങ്ങിയിട്ടാണ്. നിങ്ങൾ എന്ത് കമന്റ് അതിലിട്ടാലും എനിക്ക് ഒന്നുമില്ല. പുള്ളി പറഞ്ഞതാ, എനിക്ക് നിങ്ങൾ എന്ത് കമന്റ് ഇതിന്റെ അടിയിലിട്ടാലും എനിക്കൊന്നുമില്ല. ഞാൻ 1.5 മിനിറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് കൃത്യമായ പേയ്മെന്റ് വാങ്ങിയിട്ടാണ്. അത് പുള്ളി അങ്ങനെ തന്നെയാ പറഞ്ഞത്. പുള്ളി ഇത് ചെയ്യുന്നത് ഒരു ജോലിയാണ്. നിങ്ങൾ ഇനി ഇതിന്റെ മേലെ എന്ത് കമന്റ് പറഞ്ഞാലും എനിക്കതൊരു വിഷയമേ അല്ലാന്ന്. ബേസിക്കലി ഇത്രേ ഉള്ളൂ. പക്ഷെ ആളുകൾ ഇങ്ങനെ, അതായത് ആളുകൾ, ഞാൻ പറഞ്ഞ കമന്റ് കൂടി പറഞ്ഞോണ്ടാ ഞാനിത് പറഞ്ഞു, ആളുകൾ ഇങ്ങനെ ഭയങ്കര മോശമായിട്ടാണ്. പൊതുവിൽ ആളുകൾക്ക് ഇഷ്ടമല്ല ട്രാൻസ് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഗേയോ ലെസ്ബിയനോ ഒരാൾ വന്നിട്ട് അയാളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെറ്ററോ ആയിട്ടുള്ള ഒരു മനുഷ്യന് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ശരി, ബുദ്ധിമുട്ടാണെങ്കിൽ മിണ്ടാതിരിക്കുക, അത് നമ്മുടെ പ്രശ്നമില്ലല്ലോ. നമ്മളെങ്ങനെ അത് ബാധിക്കുന്നു, അവര് നമ്മളെ ജീവിതത്തിലേക്ക് വരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഉണ്ടല്ലോ കുറച്ച് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ ആ ആളെ പറ്റിയിട്ട് ഒരു വീഡിയോ എടുക്കുക. എന്ത് കാര്യമാണ് അതുകൊണ്ട് കിട്ടുന്നത്? ഒരു കാര്യവും ഇല്ലാന്നുള്ള മാത്രമല്ല, മനുഷ്യത്വ വിരുദ്ധം കൂടെ അല്ലേ. എന്താ മനുഷ്യത്വ വിരുദ്ധം നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല ഈ കമന്റ് ഇടുന്ന ആൾക്കാർ. ഇതില് അവരങ്ങനെ അല്ലെങ്കിൽ അവരങ്ങനെയല്ല, അത്രേ ഉള്ളൂ. അതിനങ്ങനെ കാണേണ്ടത്. അതെ, അതില് വലിയൊരു പ്രശ്നം കിടക്കുന്നത്, ഇപ്പം റിയാസിന്റെ കാര്യം പറഞ്ഞല്ലോ, റിയാസ് ഇത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ റിയാസിനെ ഇത് ബാധിക്കുന്നേ ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അതുപോലെ ആയിരിക്കില്ല എല്ലാവരും. അതായത് ഇത് ബാധിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. ഞാൻ ഇടുന്ന ഒരു സാധനം അപ്പൊ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇരുന്നങ്ങ് ജഡ്ജ്മെന്റ് നടത്തുമ്പോഴത്തേക്കും അതുകൊണ്ട് അവിടെ വേറൊരാൾ തകർന്നു പോയേക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അത് ബേസിക് ഹ്യൂമാനിറ്റിയാണ്, നമ്മളൊരു മനുഷ്യനോട് കാണിക്കേണ്ട. ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു റിവെഞ്ചും ഉണ്ടെന്ന് തോന്നുന്നു. സത്യം എന്നുള്ളതിനെക്കാട്ടും വികാരമാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക. അത് വികാരത്തിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കിട്ടുക സത്യത്തിനേക്കാളും. പക്ഷെ വേറൊരു കാര്യം ആലോചിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളൊരു കാര്യം അവതരിക്കുമ്പം അതിന്റെ എന്താ പറയാ സത്യസന്ധമായിട്ടുള്ള ഒരു സൈഡ് കൂടി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സൈഡ് കൂടി എന്നല്ല, സത്യസന്ധമായി വേണം അത് ആളുകളിലേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ്. അപ്പം ഇതിനാകെ ചെയ്യാം എന്നുള്ളത്, നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളെ എക്സ്പോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിരന്തരം ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള അറ്റാക്കിംഗ് ഒഴിവാക്കി അതിന് പകരം എന്താ പറയാ നമ്മൾ നിയമത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനത്തിന്റെയോ സഹായം തേടുക എന്നുള്ളതാണ്.